നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മുൻതൂക്കം. ജില്ലയിൽ 4 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ വീതം നേടി LDFും UDFും സീറ്റ് നിലനിർത്തി. ശബരിമല സംഘർഷഭൂമിയാക്കാൻ ആഗ്രഹമില്ലെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. ശബരിമല സമരത്തിൽ NDAക്കുള്ളിൽ ആശയക്കുഴപ്പമില്ലെന്നും BJP സമരസ്ഥലം മാറ്റിയതിന് പിന്നിൽ RSS ആണെന്ന അഭിപ്രായം BDJSന് ഇല്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി. സാഹിത്യവും കലയും കുരുന്നുകൈകളിൽ ഭദ്രമാണെന്ന ഓർമ്മപ്പെടുത്തലുമായി കലാമാമംഗത്തിന് കൊടിയിറക്കം. പൈതൃക നഗരിയായ തലശ്ശേരിയിൽ 3 ദിവസമായി നടന്നുവന്ന കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം അവിസ്മരണീയമായി. വാർത്തകൾ വിശദമായി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFന് നേട്ടം. 14 ജില്ലകളിലെ 39 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കായി നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി 21 സീറ്റുകൾ നേടി. UDF 12 ഇടങ്ങളിൽ ജയിച്ചപ്പോൾ BJPയും SDPIയും 2 വീതം സീറ്റുകളും നേടി. ജില്ലയിൽ 4 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFും UDFും 2 വീതം സീറ്റുകൾ നേടി. നടുവിൽ പഞ്ചായത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. മുസ്ലിം ലീഗിലെ K മുഹമ്മദ് കുഞ്ഞി 594 വോട്ടിനാണ് വിജയിച്ചത്. ജില്ലയിലെ 4 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDFനും UDFനും 2 സീറ്റുകൾ വീതം ലഭിച്ചു. നടുവിൽ പഞ്ചായത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF ആണ് വിജയിച്ചത്. മുസ്ലിം ലീഗിലെ K മുഹമ്മദ് കുഞ്ഞി 594 വോട്ടിന് വിജയിച്ചാണ് സീറ്റ് നിലനിർത്തിയത്. രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ ആരംഭിച്ച വോട്ടെണ്ണൽ 15 മിനിറ്റിനകം പൂർത്തിയാക്കി. പോൾ ചെയ്ത 1304 വോട്ടിൽ 875 വോട്ട് UDFനും 281 വോട്ട് LDFനും 148 വോട്ട് BJPക്ക് ലഭിച്ചു. BJPക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ 70ലേറെ വോട്ടുകൾ ഇത്തവണ കുറഞ്ഞപ്പോൾ LDF UDF മുന്നണികൾക്ക് വോട്ട് വർദ്ധിച്ചു. വിജയിച്ച സ്ഥാനാർത്ഥിയും വഹിച്ച് UDF പ്രവർത്തകർ നടുവിൽ ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ന്യൂമാഹി പഞ്ചായത്തിലെ ചാവോക്കുന്ന് വാർഡിൽ UDF സീറ്റ് നിലനിർത്തി. UDFിലെ CK മഹ്റൂഫ് 50 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പന്നിന്നൂർ പഞ്ചായത്തിലെ കോട്ടക്കുന്ന് വാർഡിൽ LDFിലെ അഡ്വക്കേറ്റ് സുലാഫ ഷംസുദ്ദീൻ 229 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി UDFിലെ കുന്നോത്ത് രാജയ്ക്ക് 245 വോട്ടുകൾ നേടാനേ സാധിച്ചുള്ളൂ. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ വൻകുളത്ത് വയൽ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി P പ്രീത 1717 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി മടക്കര റീജ രാജ് 1433 വോട്ടുകൾ നേടി. സീൽ ന്യൂസ് നടുവിൽ. ശബരിമല സംഘർഷഭൂമിയാക്കാൻ ആഗ്രഹമില്ലെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. ശബരിമല സമരത്തിൽ NDAക്കുള്ളിൽ ആശയക്കുഴപ്പമില്ല. BJP സമരസ്ഥലം മാറ്റിയതിന് പിന്നിൽ RSS ആണെന്ന് അഭിപ്രായം BDJSനില്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി കണ്ണൂരിൽ പറഞ്ഞു. ശബരിമലയിൽ അങ്ങനെ ഒരു സമരഭൂമിയാക്കാൻ ഉദ്ദേശമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊട്ടസ്റ്റ് എല്ലാം തന്നെ സെക്രട്ടേറിയറ്റിന്റെ അടുത്തേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും മാറ്റുകയുണ്ടായത്. ശബരിമല പൂങ്കാവനത്തിൽ ഒരു കാരണവശാലും അവിടെ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട അയ്യപ്പന്മാർക്കോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന ഉദ്ദേശമുണ്ടാണ്. ഇത് വിശ്വാസികളോടൊപ്പമാണ് SNDP യോഗം. ഒരു കാരണവശാലും 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ അവിടെ പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതേ സമയത്ത് സമരമുഖത്തേക്ക് SNDP യോഗം നേരിട്ട് ഇല്ല എന്നുള്ളതും SNDP യോഗത്തിന് കൗൺസിൽ എടുത്തുള്ള തീരുമാനമാണ്. ഞങ്ങൾ പുതിയ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി 3 വർഷം ആകാൻ വേണ്ടി പോകുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ധൃതിയില്ല. ഞങ്ങൾക്ക് അധികാരത്തിലെത്താൻ സമയമുണ്ട്, അതിനുള്ള ശക്തിയും ഞങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി ഇപ്പം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നമുണ്ട്. ഇതുവരെ പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. പല പോസ്റ്റിനോട് തന്നിട്ടുണ്ട്, അത് സന്തോഷമായി സ്വീകരിച്ചിട്ടുമുണ്ട്. ഇനിയുള്ള തരികയാണെന്നുണ്ട് സ്വീകരിക്കുകയും ചെയ്യും. അത് കിട്ടിയത് കുറഞ്ഞു പോയെന്നോ കിട്ടിയത് കൂടിപ്പോയെന്നോ ഞങ്ങൾക്ക് യാതൊരുവിധ പരാതിയും ഇല്ല. സീൽ ന്യൂസ് കണ്ണൂർ. BDJS നേതൃത്വ പഠന ക്യാമ്പ് കണ്ണൂർ ചേംബർ ഹാളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലേതാണ്ട് 30-32 പൊളിറ്റിക്കൽ പാർട്ടി രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. അതിലേതാണ്ട് 29 പൊളിറ്റിക്കൽ പാർട്ടികൾ ഇവിടെ മത്സരിക്കുകയുണ്ടായി. കേരളത്തിൽ 29 രാഷ്ട്രീയ പാർട്ടികൾ മത്സരിച്ചപ്പോൾ BDJSന്റെ സ്ഥാനം ഏതാണ്ട് 20, 18, 15 ഒന്നും ആയിരുന്നില്ല. കേരളത്തിൽ 50 വർഷം പഴക്കമുള്ള കേരള കോൺഗ്രസ് എത്ര വോട്ട് നേടിയോ അത്രയും വോട്ട് തന്നെ വെറും 2 മാസം പഴക്കമുള്ള BDJS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി അന്ന് നേടി എന്ന് പറയുമ്പോൾ അതിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ NDAയിൽ അന്ന് മത്സരിച്ച ഒരാൾ ജയിക്കുകയും 7 പേർ 2ാം സ്ഥാനത്തെത്തുകയും കേരളത്തിൽ NDAയുടെ സ്ഥാനാർത്ഥികളായി നിന്നിരുന്ന മുഴുവൻ ആളുകൾ പരിശോധിച്ചാൽ
6% വോട്ടിൽ നിന്ന് 16% വോട്ടിലേക്ക് നമുക്ക് ഉയർത്തുവാൻ കഴിഞ്ഞത് BDJS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ NDAയിലുണ്ടായ സാന്നിധ്യം കൊണ്ടാണെന്നുള്ള കാര്യം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജില്ലാ പ്രസിഡന്റ് VP ദാസൻ അധ്യക്ഷത വഹിച്ചു. അരയാക്കണ്ടി സന്തോഷ്, TV രാജു, രാകേഷ് നെടുമങ്ങാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കാപ്പിമല മഞ്ഞപ്പുല്ലിൽ വനംവകുപ്പ് വെച്ചുപിടിപ്പിച്ച മാഞ്ചിയ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. വനവൽക്കരണത്തിന്റെ പേരിൽ നാട്ടുകാരുടെ വെള്ളം കൂടി മുട്ടിക്കാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നതെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. 5 വർഷം മുമ്പാണ് വൈതൽമലയുടെ അടിവാരത്ത് മഞ്ഞപ്പുല്ലിൽ മാഞ്ചിയം തൈകൾ നട്ടുപിടിപ്പിച്ചത്. തൈകൾ വളർന്ന് മരമായതോടെ ഈ പ്രദേശത്തെ നീരുറവകളും വറ്റാൻ തുടങ്ങി. വൈതൽമലയുടെ വിദൂര ദൃശ്യം മറച്ചുകൊണ്ടാണ് 25,000-ഓളം മാഞ്ചിയം തൈകൾ ഇവിടെ നട്ടുപിടിപ്പിച്ചത്. പുൽമേടുകൾ നശിപ്പിച്ച് നിലവാരം കുറഞ്ഞ മരങ്ങൾ നട്ടത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ചതുപ്പുനിലങ്ങൾ കൃഷിഭൂമിയാക്കി മാറ്റാനാണ് മാഞ്ചിയം ഇനത്തിൽപ്പെട്ട മരങ്ങൾ വളർത്തുന്നത്. ജലദൌർലഭ്യമുള്ള പ്രദേശത്ത് ഇത്തരം മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിനു പിന്നിൽ വ്യാപക ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന ആരോപണവും ശക്തമാണ്. കാപ്പിമലയിലും പരിസര പ്രദേശത്തുമുള്ളവർ കുടിവെള്ളത്തിനായി ഉപയോഗിച്ചിരുന്ന നീരുറവകൾ അപ്രത്യക്ഷമാകാൻ കാരണം ഈ മരങ്ങളാണെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി. നേരത്തെ ഈ മഞ്ഞപ്പുല്ല് കാപ്പിമല വൈതൽക്കുണ്ട് ഭാഗത്തേക്ക് കുടിവെള്ളത്തിനും കൃഷിക്കും ആശ്രയിച്ചിരുന്ന ഈ മേട്ടിലെ അല്ലെങ്കിൽ ഈ പുൽമേട്ടിലെ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൂടുതലായിട്ട്. ഇപ്പോൾ ഈ അക്കേഷ്യ മരം വെച്ച് പിടിപ്പിച്ചതോടുകൂടെ കുടിവെള്ളം പാടെ വറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നല്ലൊരു ഉണക്കിന്റെ സമയമായി കഴിഞ്ഞാൽ വെള്ളം ഒട്ടും ആർക്കും ലഭ്യമല്ലാത്ത അവസ്ഥയാണ്. ജലസ്രോതസ്സുകൾ മുഴുവൻ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു. ജലചൂഷണത്തിനിടയാക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുമെന്ന സർക്കാർ തീരുമാനവും കടലാസിലൊതുങ്ങി. പേപ്പർ കമ്പനികളുമായി സർക്കാർ ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ടൺ കണക്കിന് മരങ്ങളാണ് വനംവകുപ്പ് മുഖാന്തരം ഓരോ വർഷവും നൽകേണ്ടി വരുന്നത്. അത്തരം ആവശ്യങ്ങൾക്കാണ് വനവൽക്കരണം എന്ന പേരിൽ ജലസമ്പത്ത് നശിപ്പിക്കുന്ന പദ്ധതി വനംവകുപ്പ് നടപ്പിലാക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വൈതൽമലയുടെ ടൂറിസം സാധ്യതകൾക്കും മാഞ്ചിയം മരങ്ങൾ തിരിച്ചടിയാകുന്നുണ്ട്. സീ ന്യൂസ്, ആലക്കോട്. ഡൽഹിയിൽ നടക്കുന്ന കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കണ്ണൂർ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം ജീവിച്ചു പോകുന്ന കൃഷിക്കാരൻ അധ്വാനിച്ചതിന്റെ ഭാഗമല്ലേ? നമ്മളൊരു ചായ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണം, നമുക്കുള്ള ഭക്ഷണം എല്ലാം കൃഷിക്കാരന്റെ അധ്വാനത്തിന്റെ ഫലമായി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ നാം എല്ലാം ജീവിച്ചു വരുന്നത്. അവർ സംരക്ഷിക്കപ്പെടണ്ടേ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തു. ഓരോ അരമണിക്കൂറിലും ഒരു കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് കണക്ക്. 10,000 ഇതുവഴി ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഗവൺമെന്റ് നയം തിരുത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഡൽഹിയിൽ ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചത്. ജില്ലാ ട്രഷറർ അരക്കൻ ബാലൻ അധ്യക്ഷത വഹിച്ചു. AV പ്രകാശൻ, K മനോഹരൻ, CH രാജൻ, A പ്രേമരാജൻ എന്നിവർ പ്രസംഗിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ രൂപതയിൽ രൂപതാഭരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ആരോപണം. ദളിത് ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളുടെ പ്രതിനിധികളാണ് ആരോപണം ഉന്നയിച്ചത്. കണ്ണൂർ രൂപതയിൽ രൂപതാഭരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും പൊതുസമൂഹത്തിലെത്തിക്കുന്നതിനും കണ്ണൂർ രൂപത ലത്തീൻ സമുദായ അംഗമായ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദളിത് ക്രിസ്ത്യൻ വിരുദ്ധ നടപടികൾ തുറന്നു കാണിച്ച് പൊതുസമൂഹത്തിന് സഹായം അഭ്യർത്ഥിക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ വാർത്താ സമ്മേളനം നടത്തുന്നത്. ലത്തീൻ കത്തോലിക്കരുടെ വിഭാഗമുണ്ട്. അവർ ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് LC സർട്ടിഫിക്കറ്റാണ് അവർക്ക് കൊടുക്കുന്നത്. അവർക്കും സമുദായ സമ്മേളനം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. LC സർട്ടിഫിക്കറ്റ് നൽകി കൊടുക്കും. കണ്ണൂർ രൂപത ബിഷപ്പ് ഇപ്പോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ഇറക്കിയ ഒരു ഓർഡർ, ഒരു ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടും അത് ദുരുപയോഗം ചെയ്തുകൊണ്ടും ഇവിടുത്തെ ദളിത് ക്രൈസ്തവരെ, വടക്കേ മലബാറിലെ ദളിത് ക്രൈസ്തവരെ ലത്തീൻ സമുദായത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തുടരുന്നുണ്ട്. ഇതിനൊരു ദൂഷ്യമായ വശങ്ങളുണ്ട്. ലത്തീൻ സമുദായം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിലെ പ്രബലമായ ഒരു സമുദായമാണ്. വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും ഉയർന്നൊരു വിഭാഗം. കണ്ണൂർ രൂപതയുടെ രണ്ടാമത്തെ ബിഷപ്പായി ഇപ്പോഴുള്ള ലത്തീൻ സമുദായാംഗമായ അലക്സ് വടക്കുന്നല സ്ഥാനമേറ്റെടുത്തതിനു ശേഷം രൂപതയിൽ പുതിയൊരു പ്രശ്നം രൂപപ്പെട്ടു.
വരാപ്പുഴ കൊച്ചി കേന്ദ്രമായ ലത്തീൻ സമുദായം കണ്ണൂർ രൂപതയിലെ ദളിത് ക്രിസ്ത്യൻ അവകാശങ്ങൾ ഒന്നൊന്നായി ഇല്ലായ്മ ചെയ്യാൻ തുടങ്ങി. എതിർക്കുന്നവരെ അവിശ്വാസികളായി ചിത്രീകരിക്കുകയും സഭാവിരോധികളെന്ന് സ്ഥാപിച്ച് യുവജന വിഭാഗമായ KCYM-നെ ഉപയോഗിച്ച് എതിർക്കുവാനും കള്ളക്കേസുകൾ കൊടുക്കുന്നതിലേക്കും ശ്രമമുണ്ടായി. അടിച്ചമർത്തപ്പെടുമ്പോൾ ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടിയത്. കണ്ണൂർ രൂപതയിൽ നടക്കുന്ന ഈ വിഷയങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുകയും മേൽപ്രശ്നങ്ങളെ നേരിടാൻ ഭാവിയിലേക്ക് പൊതുസമൂഹത്തിന്റെയും ദളിത് സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. സീൽ ന്യൂസ്, കണ്ണൂർ. പൈതൃക നഗരിയിൽ കലയുടെ രാപ്പകൽ പൂരം. മൂന്നാം നാളിൽ കൊടിയിറങ്ങുമ്പോൾ കലാപ്രതിഭകൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പരിശീലകർക്കും മനസ്സിലെവിടെയോ ഒരു വേദന. സാഹിത്യവും കലയും കുരുന്നുകൈകളിൽ ഭദ്രമാണെന്ന ഓർമ്മപ്പെടുത്തൽ. തലശ്ശേരി കേരള സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. പൈതൃക നഗരിയിൽ കലോത്സവം തുടങ്ങിയ നാൾ തൊട്ട് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് ആളുകൾ. സ്നേഹവും സൗഹൃദവും കലാനഗരിയിൽ നിറഞ്ഞു. കൗമാര കലയുടെ മഹോത്സവം അവിസ്മരണീയ മുഹൂർത്തങ്ങളാണ് സമ്മാനിച്ചത്. ഒരുപാട് പ്രതിഭകൾ, നന്മയുടെയും ഒരുമയുടെയും സന്ദേശം പകർന്നവർ, കാലത്തിന്റെ പൊള്ളുന്ന സത്യങ്ങൾ കലയിലൂടെ പകർന്നവർ. 15 ഉപജില്ലകളിൽ നിന്നുള്ള 5778 വിദ്യാർത്ഥികളാണ് കേരള സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ചത്. ചാക്യാർകൂത്തും കേരള നടനവും പഞ്ചവാദ്യവും മത്സരീനങ്ങളായിരുന്നിട്ടും പേരിന് മാത്രം ചിലർ രംഗത്തെത്തി. എന്നാൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഇനങ്ങളിൽ കടുത്ത മത്സരമായിരുന്നു. സീൽ ന്യൂസ്, കണ്ണൂർ. കണ്ണുകളിൽ നവരസങ്ങൾ, മുദ്രകളിൽ സഞ്ചാരി ഭാവങ്ങൾ. തലശ്ശേരിയിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെ ഹൈസ്കൂൾ വിഭാഗം ഭരതനാട്യം ഉന്നത നിലവാരം പുലർത്തി. പരമേശ്വര നടനം. പരമ്പൊരുൾ നാട്യത്തിന്റെ ആധാരമായ ദേവന്റെ കൈമുദ്രകൾ നാട്യഭരിതം. മിഴികളിലെ ഭാവങ്ങളിൽ ലാസ്യവും രൗദ്രവും മാറി മാറി വന്നു. ബ്രണ്ണൻ സ്കൂളിൽ നടന്ന ഭരതനാട്യ മത്സരം കാണാൻ നിരവധി ആളുകളാണ് എത്തിയത്. സീൽ ന്യൂസ്, കണ്ണൂർ. അടിച്ചമർത്തപ്പെട്ടവന്റെ മോചനത്തിനായി അടരാടിയ അയ്യങ്കാളി. വിതച്ചതും മെതിച്ചതും അടിയാളന്മാർ. എന്നിട്ടും എന്തേ നമ്മുടെ മനസ്സിനും വയറ്റിലും ആദ്യമാത്രം ബാക്കിയായത്? രണ്ടാമത്തെ വേദിയായ BEMP സ്കൂളിൽ ആൺകുട്ടികളുടെ നാടോടി നൃത്തം. വരിക വരിക ദൈവമേ വരിക. ചരിത്ര കഥാനുഗായികൾ നൃത്തച്ചുവടുകളായി. ദ്രുതചടുല നൃത്തം. അടിമത്തത്തിന്റെ ആദി ഓരോ ചുവടിലും ഭാവത്തിലും. കണ്ടവർ വിസ്മയഭരിതരായി. സീൽ ന്യൂസ്, കണ്ണൂർ. അനുഷ്ഠാന തീവ്രതയുള്ള നമ്മുടെ നാടൻ പാട്ടുകൾ, കൃഷിപ്പാട്ടുകൾ, കളിപ്പാട്ടും ഉത്സവപ്പാട്ടും. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാടൻ പാട്ടിന്റെ ഈണം. പുള്ളുവൻ പാട്ടും കണ്ണേറുപാട്ടും ഗന്ധർവൻ പാട്ടും അടക്കം ഉള്ളവ സമുദായക്കാർ നടത്തിവരുന്ന അനുഷ്ഠാന ചടങ്ങ് ഗരുഡോൽപത്തി, വിഷപരീക്ഷ, കാളിയമർദ്ദനം, പാലാഴിമർദ്ദനം, നാഗോത്സവം, നാവൂർ. കാശ്യപം
എല്ലാം അനുഷ്ഠാന തീവ്രം. നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും പകർപ്പുകൾ കൂടിയാണ് നമ്മുടെ നാടൻ പാട്ടുകൾ. നാടൻ പാട്ട് മത്സരം നല്ല നിലവാരം പുലർത്തിയെന്ന് പ്രശസ്ത നാടൻ പാട്ടുകാരനായ റംഷി പാട്ടുവം പറഞ്ഞു. കൃഷിപ്പാട്ട്, കളിപ്പാട്ട്, ഉത്സവപ്പാട്ട്, അനുഷ്ഠാനപ്പാട്ട് എല്ലാ വിഭാഗത്തിൽ നിന്നും പാട്ട് വരുന്നുണ്ട്. പക്ഷേ കണ്ണൂർ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ അനുഷ്ഠാനപ്പാട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പെർഫോമൻസ് പൊതുവേ മോശമല്ല, നല്ല രീതിയിൽ. പിന്നെ മൈക്കിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതിന് പ്രളയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കലോത്സവം ഇല്ല എന്ന് പറഞ്ഞതല്ലേ. എന്നാലും കലാകാരന്മാർക്കും അവരുടെ ജീവിതമാർഗ്ഗമെല്ലാം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ഈ കലോത്സവം നടന്നത് തന്നെ. അതുകൊണ്ടൊന്നും കുറ്റമൊന്നും പറയാൻ കഴിയൂല. നാടൻ പാട്ടുപാടി അകാലത്തിൽ പൊലിഞ്ഞ അഗ്രപാളികളിലെ നക്ഷത്രം കലാഭൻ മണിയുടെ ഓർമ്മകൾ നിറഞ്ഞു നിന്നു. സീൽ ന്യൂസ്, കണ്ണൂർ. മോണോ ആക്ട് മത്സരം അടിമുടി മാറിക്കഴിഞ്ഞു. നൈസർഗികമായ ഭാവതീവ്രത മാറി എന്തൊക്കെയോ ചേരുവകൾ പുതുതായി നിറയുന്നു. മോണോ ആക്ട് ഫലത്തിൽ മെലോഡ്രാമയായി മാറുകയാണ്. ഇങ്ങനെയാണ് വിധികർത്താക്കളുടെ വിലയിരുത്തൽ. എങ്കിലും ചിലർ പ്രതീക്ഷ നൽകുന്നു. പുരാണ കഥാസന്ദർഭങ്ങൾ തന്നെയാണ് ഏറെയും. ഒരു വിദ്യാർത്ഥി അവതരിപ്പിച്ചത് കർണൻ. കുന്തിദേവിയും ഭീമനുമടക്കം മുന്നിൽ. എന്നെ അസ്വസ്ഥരാക്കുന്നു. വേണ്ട, നിങ്ങളെ എനിക്ക് കാണണ്ട. ക്ഷത്രിയ കുലജാതനായ ഞാൻ വിജാതീയനായി വളർന്നത് നിങ്ങളുടെ സ്വാർത്ഥത ഒന്നുകൊണ്ട് മാത്രമാണ്. അത് കെട്ടടങ്ങാത്ത വ്യതയുടെ തീക്കുണ്ടമാണ്. ഇന്നും ഈ അമ്മയുടെ മനസ്സ് വിശ്വീക വീരയായ 6 മക്കളുടെ വീരമാതാവായിട്ടും കർണ ഇന്നിതാ ഞാൻ കേഴുന്നു. ഓഹോ, ആരുടെ ജീവൻ അർപ്പിക്കാനാണ് പാണ്ഡുമാതാവിന്റെ ഈ കണ്ണീർ നാടകം? മോണോ ആക്ടുകളുടെ നൈസർഗികത ഇല്ലാതാവുകയാണെന്ന് തന്നെ ഫലം പ്രഖ്യാപിച്ച് വിധികർത്താക്കൾ വ്യക്തമാക്കി. കുറെ ചേരുവകളൊക്കെ ഇട്ട് അസ്വാഭാവികമായ അവസ്ഥയിലോട്ട് പോവുക, കൃത്രിമത്വം വരിക, മെലോഡ്രാമ ജനങ്ങൾ, അതെന്താ അങ്ങനെ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അത് കുട്ടികളുടെ കുഴപ്പമല്ലത്. തീർച്ചയായിട്ടും അവർ ട്രൈ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സമ്മാനം കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. അതായത് ഗ്രേഡ് വാങ്ങിക്കാം, എ ഗ്രേഡ് മാത്രം. ഇവിടെ പിന്നെ ഡിഗ്രിയുടെ പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് കൂടുതൽ കമൻസോ ഒന്നും പാടില്ലാത്തതുകൊണ്ടും, അതുപോലെ 1ാം സ്ഥാനത്ത് സെലക്ട് ചെയ്ത് മാത്രം പറഞ്ഞാൽ മതിയെന്നും, ബാക്കിയുള്ളവരൊക്കെ പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ നേരിട്ട് ഇന്ന് അറിയാവുന്നതാണ്. ചെമ്പാട് ചേരാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിമ വിനോദ് എ ഗ്രേഡ് നേടി. കാലിക പ്രസക്തമായ വിഷയമാണ് ഹിമ വിനോദ് അവതരിപ്പിച്ചത്. രംഗത്തേക്ക് വന്നവരാണ് സ്ത്രീകൾ. അപ്പോൾ ഈ ഒരു സമയത്ത് ശബരിമലനെ കുറിച്ചൊക്കെ പറയുന്നില്ലേ, ആ ഒരു സമയത്ത് സ്ത്രീകളുടെ ഒരു വിവേചനം വേറിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് വന്നവരാണ് സ്ത്രീകൾ. എന്നാൽ സ്ത്രീകൾ അടുക്കളയിൽ തന്നെ ഒരു അടിച്ചമർത്തപ്പെടുന്നത് പോലെ ഒരു ഉണ്ട് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു വിവേചനം ഇപ്പോഴും നൽകുന്നുണ്ട്. പണ്ടും അതുപോലെ തന്നെയായിരുന്നു, ഇപ്പോഴും അത് നിലനിന്ന് വരുന്നുണ്ട് എന്നുള്ളൊരു സംഭവമാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞ വർഷവും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഹിമയ്ക്ക് എ ഗ്രേഡ് ലഭിച്ചിരുന്നു. സീൽ ന്യൂസ്, കണ്ണൂർ. കീറ്റ്സിന്റെയും ടാഗോറിന്റെയും റോബർട്ട് ബ്രൌണിങ്ങിന്റെയും തുടങ്ങി ലാമിയ ഹാൻകോയുടെ അടക്കം ഇംഗ്ലീഷ് കവിതകൾ ഒന്നിനു പുറകെ ഒന്നായി ഉച്ചാരണശുദ്ധിയോടെ ഒഴുകിയെത്തി. ഇംഗ്ലീഷ് കവിതാ പാരായണത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരം. റോബർട്ട് ബ്രൌണിങ്ങിന്റെ മറക്കാനാവാത്ത മനോഹരമായ വരികൾ. For now words strangers like you, the pictured countenance, the depth and passion of sun's glance. But to myself they turned, since now whose bad come have drawn for you, but I, unseen does rest me, if they thirst, how such a glance came? ലാമിയ ഹാൻകോയുടെ ബാൻ ഗിവ് അപ്പ്, ബാൻ ഗിവിംഗ്.
Her hair was up in a ponytail, her favorite dress tied with a bow. Today was Daddy's day at school and she couldn't wait to go. But her mommy tried to tell her that she probably should stay home. Why the kids might not understand if she went to school alone. മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ മൊറാഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ജിത രവീന്ദ്രൻ. So this poem is starting like this. Don't give up. Don't give in. There's always an answer to everything. This, my friend, is for you. The trials that you face and the dreams that you chase. You're behind in your race and you're straying from your pace. Your mind is catered over place. So I think everyone is performing very well and everyone is keeping up to the standards, and I wish every participant all the best. കഴിഞ്ഞ വർഷം ഹിന്ദി കവിതാലാപനത്തിൽ അഞ്ജിതയ്ക്ക് എ ഗ്രേഡ് ലഭിച്ചിരുന്നു. അമേരിക്കൻ കവി കരിൽ കൊപ്റ്റലോഫോർഷിയുടെ ഡാഡീസ് ഡേ അടക്കം മത്സരത്തിൽ ഒഴുകിയെത്തി. സീൽ ന്യൂസ്, കണ്ണൂർ. മാലിന്യ നിക്ഷേപ കേന്ദ്രമായി പാടായി പഞ്ചായത്ത് പരിസരം. പഞ്ചായത്ത് ഓഫീസിന് സമീപം മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിൽ. പഴയങ്ങാടി പുഴയുടെ തീരത്ത് മാടായി പഞ്ചായത്തിന് മൂക്കിന് താഴെയാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രം. പഴയങ്ങാടി പട്ടണത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് പ്രധാനമായും ഇവിടെ തള്ളുന്നത്. അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നു. പഞ്ചായത്ത് ഓഫീസ് കൂടാതെ ഏതാനും മീറ്ററുകൾ അകലെ LP സ്കൂളും ബാങ്കും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എത്തുന്നവർക്കെല്ലാം ഇവിടത്തെ മാലിന്യ നിക്ഷേപം ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു. പഴയങ്ങാടി പാലത്തിനു മുകളിൽ നിന്ന് മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നതും പതിവാണ്. അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെ പഴയങ്ങാടി പുഴയുടെ തീരത്ത് കാണാം. നാടെങ്ങും ശുചീകരണ പ്രവൃത്തി തകൃതിയായി നടക്കുമ്പോഴും മാടായി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി പഞ്ചായത്ത് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. പഞ്ചായത്താണ് ഇതിന്റെ പേര്. പഞ്ചായത്തിന്റെ തൊട്ട മൂക്കിന് താഴെയാണ് ഈ കച്ചറ കൊണ്ടുവരുന്നത്. പുഴയിൽ ഒരു അനക്കവുമില്ല. ഞാൻ TV-യിൽ കുറെ കാലമായി കാണുന്നത് പഴയങ്ങാടിനെ കുറിച്ചിട്ട് പറയുന്നു. പക്ഷെ ഇന്ന് വരെ ഒരു മാറ്റമില്ല, ഇനി പ്രതീക്ഷിക്കുന്നുമില്ല. പ്രദേശത്തെ മാലിന്യ നിക്ഷേപം തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീ ന്യൂസ്, പഴയങ്ങാടി. ഇരിട്ടി തളിപ്പറമ്പ സംസ്ഥാന പാതയായ കോട്ടൂരിൽ മാലിന്യം തള്ളുന്നത് വ്യാപകം. മാലിന്യ നിക്ഷേപം കൂടി വരുമ്പോഴും നടപടിയെടുക്കാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധം ശക്തം. റോഡിൽ നിന്നും പുഴയിലേക്ക് ഭക്ഷണ സാധനങ്ങളടക്കം വലിച്ചെറിയുന്നതും പതിവാണ്. ഇതിനു പുറമെ SES കോളേജ് റോഡിലും മാലിന്യം തള്ളുന്നുണ്ട്. നമ്മുടെ നാട്ടുകാരായ ആളുകൾക്ക് കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന പുഴവെള്ളം മലിനമാകുകയും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള വഴിയാത്രക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ മനം സഹിച്ചതിൽ നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. സീ ന്യൂസ്, ശ്രീകണ്ഠാപുരം. BJP നേതാവായിരുന്ന KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനത്തോടനുബന്ധിച്ച് പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ശ്രീകണ്ഠാപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 1-ന് ശ്രീകണ്ഠാപുരത്ത് നടക്കുന്ന അനുസ്മരണ പരിപാടി BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനം, സ്വർഗീയ ബലിദാന ദിനം അത് ആചരിച്ചു വരാറുണ്ട്. അത് ഇത്തവണ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിനെ വെച്ചാണ് ഇത്തവണ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഉച്ചയ്ക്ക് 3-ന് ചെങ്ങളായിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. 10,000-ഓളം പേർ റാലിയിൽ പങ്കെടുക്കും. തുടർന്ന് ബസ് സ്റ്റാൻഡിനു സമീപത്തെ KK രാജൻ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. യുവമോർച്ച ദേശീയ ജനറൽ സെക്രട്ടറി അഭിജാത് മിശ്ര, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇരിട്ടി, കൂത്തുപറമ്പ്, മട്ടന്നൂർ, തലശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കോട്ടൂരിലെ പെട്രോൾ പമ്പിന് മുന്നിലുള്ള ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്യണം. ആലക്കോട്, ഉദയഗിരി ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ ഓടത്തുപാലത്തിനു സമീപത്തെ വയലിലും, തളിപ്പറമ്പ്, പയ്യന്നൂർ, കണ്ണൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ പരിപ്പായിയിലും, മറ്റ് ചെറിയ വാഹനങ്ങൾ KSEBക്ക് മുന്നിലും പാർക്ക് ചെയ്യണം. വാർത്താസമ്മേളനത്തിൽ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു എളക്കുഴി, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി KP അരുൺ, ജില്ലാ പ്രസിഡന്റ് CC രതീഷ്, സ്വാഗത സംഘം ചെയർമാൻ TP രാജീവൻ, KJ മാത്യു, EP രമേശൻ, CK പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു. സീ ന്യൂസ്, ശ്രീകണ്ഠാപുരം. ശബരിമലയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി UDF ശ്രീകണ്ഠാപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം സംഘടിപ്പിച്ചു.
BJPയുടെയും CPMന്റെയും നിലപാടുകളെ വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രകടനം. സംസ്ഥാനതല തീരുമാനപ്രകാരം ശബരിമല വിഷയത്തിൽ മുന്നണിക്ക് പ്രതിഷേധങ്ങളിൽ പ്രസക്തി കുറഞ്ഞുപോയത് പരിഹരിക്കാനുള്ള നീക്കമായാണ് മണ്ഡലങ്ങളിൽ ഇത്തരം പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നത്. ജില്ലാ ജനറൽ സെക്രട്ടറി PJ ആന്റണി, ബ്ലോക്ക് പ്രസിഡന്റ് MO മാധവൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KV ഫിലോമിന, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. ആന്തൂർ നഗരസഭ ധർമ്മശാല ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന കോമൺ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിൽ. ദേശീയപാതയോരത്ത് KAP 4ാം ബറ്റാലിയൻ ഉടമസ്ഥതയിലുള്ള 6 സെന്റിലാണ് കോംപ്ലക്സ് നിർമ്മാണം പുരോഗമിക്കുന്നത്. വിനോദസഞ്ചാര, തീർത്ഥാടക, മെഡിക്കൽ ടൂറിസം രംഗത്ത് വികസിക്കുന്ന ആന്തൂരിന്റെ പരിസ്ഥിതി സൌഹൃദ പരിസര ശുചിത്വ പ്ലാസ്റ്റിക് വിമുക്ത നഗരസഭയാക്കുന്നതിന്റെ ഭാഗമായാണ് കോമൺ ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. ആന്തൂർ നഗരസഭയിലെ പ്രധാന ടൌണായ ധർമ്മശാലയിൽ കോമൺ ടോയ്ലറ്റ് സ്ഥാപിക്കാൻ നഗരസഭ നേരത്തെ ഒരുങ്ങിയെങ്കിലും സ്വന്തം സ്ഥലമില്ലാത്തതിനാൽ പദ്ധതി നീണ്ടുപോവുകയായിരുന്നു. പിന്നീട് ചെയർപേഴ്സൺ PK ശ്യാമളയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകിയതോടെയാണ് ദേശീയപാതയോരത്ത് KAP 4ാം ബറ്റാലിയൻ ഉടമസ്ഥതയിലുള്ള 6 സെന്റ് സ്ഥലം വിട്ടുകിട്ടിയത്. 2 നിലകളിലായി 10ഓളം ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയപാത വികസനവും ഉയരം കൂട്ടലുമൊക്കെ വരുമ്പോൾ 2 നിലകളിലായിട്ടാണ് ടോയ്ലറ്റ് ഉണ്ടാക്കുന്നത്. അടിയിലത്തെ നില ഗ്രൗണ്ടിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മുകളിലത്തെ നില ടോയ്ലറ്റും അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരുടെ സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി 4 ടോയ്ലറ്റുകൾ, 10 യൂറിനലുകൾ, മുലയൂട്ടൽ കേന്ദ്രം, ക്ലോക്ക് റൂം, വാഷ് സൗകര്യം എന്നിവയുൾപ്പെടെ നിർമ്മിക്കുന്ന കോമൺ ടോയ്ലറ്റ് കോംപ്ലക്സിന് 11,22,229 രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കി വേഗത്തിൽ തന്നെ കോമൺ ടോയ്ലറ്റ് കോംപ്ലക്സ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നഗരസഭ. സീൽ ന്യൂസ്, തളിപ്പറമ്പ. ലോക എയ്ഡ്സ് ദിനമായ ഡിസംബർ 1 ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നടക്കും. അറിയുക നിങ്ങളുടെ HIV സ്റ്റാറ്റസ് എന്നതാണ് സന്ദേശമെന്ന് ഡോക്ടർ നാരായണ നായിക് പറഞ്ഞു. പൊതുസമ്മേളനം, ബോധവൽക്കരണ റാലി, എക്സിബിഷൻ, സന്നദ്ധ രക്തദാന ക്യാമ്പ്, റെഡ് റിബൺ ക്യാമ്പയിൻ, സെമിനാറുകൾ, ഫോക്ക് ക്യാമ്പയിൻ എന്നിവ നടക്കും. നമ്മൾ വേൾഡ് എയ്ഡ്സ് നടത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതിനു വേണ്ടി അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത്, പിന്നെ ഈ സമൂഹത്തിൽ ഈ രോഗബാധിതരായിട്ടുള്ളവർക്ക് നമ്മൾ ഒറ്റപ്പെടുന്നില്ല, നമ്മളെ സഹായിക്കാനും നമ്മുടെ കൂട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എല്ലാ വർഷവും നടത്തുന്നത്. ഈ വർഷത്തെ ഇതിൻ്റെ തീം നോ യുവർ സ്റ്റാറ്റസ്. ജില്ലാ ആരോഗ്യ വകുപ്പ്, ചോല കണ്ണൂർ, എയ്ഡ്സ് നിയന്ത്രണ സമിതി കണ്ണൂർ, ബ്ലഡ് ഡോണേഴ്സ് കേരള, ലൈഫ് ഡോണേഴ്സ് കേരള, സുരക്ഷാ പ്രൊജക്ട് കണ്ണൂർ, ഹെൽത്ത് ലൈൻ കണ്ണൂർ, ഫോക്ലോർ അക്കാദമി എന്നിവരാണ് സംഘാടകർ. സീൽ ന്യൂസ്, കണ്ണൂർ. നിലവിലുള്ള സംവരണം അട്ടിമറിക്കപ്പെട്ടുവെന്ന് ഭാരതീയ ദളിത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. മലബാർ ദേവസ്വം ബോർഡിന്റെ നിയമവും കീഴ്വഴക്കങ്ങളും ലംഘിച്ചാണ് TTK ദേവസ്വത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരെ ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. 3 തസ്തികകളിൽ ഒന്നിൽ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാളെ നാളിതുവരെയായി നിയമിച്ചിട്ടുണ്ട്. സംവരണം ഉറപ്പുവരുത്തണമെന്ന ദേവസ്വം ബോർഡിന്റെ 1999 ഉത്തരവ് പ്രകാരമാണിത്. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആരും ഉണ്ടാകാത്തതുകൊണ്ടാണ് സംവരണം പാലിക്കാൻ കഴിയാതെ വന്നതെന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒഴിവ് മാറ്റിവെക്കാൻ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവണമായിരുന്നു. CPMന്റെ അറിവോടെയല്ലാതെ തീരുമാനമെടുക്കുവാൻ സാധ്യമല്ല. ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോൾ പട്ടികാധിക്കാർ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ആ പട്ടികാധിക്കാർ ഇല്ലെങ്കിൽ സ്വാഭാവികമായും ആ ഒഴിവ് മാറ്റിവെക്കുക തന്നെ വേണം. പക്ഷെ ഇതിൽ CPMന്റെ അറിവോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഒരു നിയമനം നടത്താൻ സാധിച്ചതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയാറുള്ളത് ഇക്കാര്യത്തിൽ ഈ CPMന്റെ പോഷക സംഘടനയായ PKS എന്ന് പറയുന്ന സംഘടന, ആ സംഘടന നിലപാട് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. TTK ദേവസ്വം ബോർഡിൽ ഇപ്പോൾ നിയമിച്ചിട്ടുള്ള പാരമ്പര്യേതര ട്രസ്റ്റിമാരുടെ നിയമനം റദ്ദു ചെയ്ത് പട്ടികജാതി വിഭാഗങ്ങളെയും കൂടി ഉൾപ്പെടുത്തി നിയമനം പുനഃസ്ഥാപിക്കണമെന്ന് ഭാരതീയ ദളിത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അജിത് മാട്ടൂൽ, ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ, ജില്ലാ ട്രഷറർ AN ആന്തൂരാൻ, ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദാമോദരൻ കൊയിലേരിയൻ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ.
കേരള ഫോക്ലോർ അക്കാദമിയുടെ 2016 അവാർഡ് വിതരണം ഡിസംബർ 2 4 മണിക്ക് തലശ്ശേരി ബ്രണ്ണൻ ഹൈസ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ.കെ. ബാലൻ നിർവഹിക്കും. എൻ ഷംസീർ എം.എൽ.എ. അധ്യക്ഷത വഹിക്കും. പി.കെ. ശ്രീമതി എം.പി, കെ.കെ. രാഗേഷ് എം.പി, ടി.വി. രാജേഷ് എം.എൽ.എ. തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. നാട്ടുകലകളിൽ തനതായ വ്യക്തിത്വം രേഖപ്പെടുത്തപ്പെട്ട 73 നാടൻ കലാകാരന്മാരെയാണ് അവാർഡ് നൽകി ആദരിക്കുന്നത്. അന്യം നിന്നു പോകുന്ന നാടൻ കലകളെ ജനമധ്യത്തിലേക്ക് എത്തിക്കുന്നതിന് സമർപ്പിത ജീവിതം നയിക്കുന്ന കലാകാരന്മാരെ ആദരിക്കുവാനും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും ഉദ്ദേശിച്ചാണ് അവാർഡ് ദാനം സംഘടിപ്പിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 4 മണിക്ക് തലശ്ശേരി ബ്രണ്ണൻ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി എ.കെ. ബാലൻ അവർ അത് വിതരണം ചെയ്യും. സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനർ എൻ ഷംസീർ അതിന് അധ്യക്ഷത വഹിക്കും. പരിപാടിയുടെ ഭാഗമായി വൈകുന്നേരം 3 മണി മുതൽ തന്നെ എരഞ്ഞോളി മൂസയും സംഘവും അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ടും നാടൻ പാട്ടും, അവാർഡ് ദാനത്തിന് ശേഷം പി.ഡി. ഷായും സംഘവും അവതരിപ്പിക്കുന്ന കുത്തിയോട്ടവും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി കീച്ചേരി രാഘവൻ, വൈസ് ചെയർമാൻ എരഞ്ഞോളി മൂസ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കാത്താണ്ടി റസാഖ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജെയ്സൺ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. ചെറുകുന്ന് തറ കീഴറ വെള്ളിക്കൽ റോഡ് മെക്കാഡം ടാറിംഗ് പ്രവൃത്തി ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 4-ന് കീഴറ വായനശാല പരിസരത്ത് ടി.വി. രാജേഷ് എം.എൽ.എ. നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3.5 കിലോമീറ്റർ കല്യാശ്ശേരി പഞ്ചായത്തിനും കല്യാശ്ശേരി മണ്ഡലത്തിനും 1 കിലോമീറ്റർ തളിപ്പറമ്പ് ഉൾപ്പെടുന്നതാണ്. 4 കിലോമീറ്റർ റോഡ് താറിയുന്ന റോഡ് പുതിയ ആധുനിക ടെക്നോളജിയായിട്ടുള്ള മെക്കാഡം രീതിയിൽ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയാണ് 4 കോടി രൂപയുള്ള ടെൻഡർ അംഗീകരിച്ചിട്ടുണ്ട്. ടെൻഡർ എടുത്തു കഴിഞ്ഞാൽ അത് പണി തുടങ്ങാൻ വേണ്ടി അതിന്റെ പ്രാഥമികമായിട്ടുള്ള ലെവൽസ് എടുത്തു കഴിഞ്ഞു. കല്യാശ്ശേരി തളിപ്പറമ്പ് മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 4.5 കിലോമീറ്റർ നീളത്തിലാണ് റോഡ് മെക്കാഡം ടാറിംഗ് ചെയ്യുന്നത്. 5.5 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിലെ പാർശ്വങ്ങളിൽ കോൺക്രീറ്റ് ഡ്രെയിനേജും പാർശ്വ സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കും. റോഡ് പണി പൂർത്തിയാകുന്നതോടെ തളിപ്പറമ്പിൽ നിന്നും മലയോര മേഖലയിലുള്ളവർക്ക് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ, ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം, മാട്ടൂൽ, പഴയങ്ങാടി എന്നീ പ്രദേശങ്ങളുമായി ബന്ധപ്പെടാൻ ഏറ്റവും സൌകര്യപ്രദമാകും. നിലവിൽ 5-ാം പീടിക ധർമ്മശാല വഴിയാണ് കടന്നുപോകുന്നത്. 7 കിലോമീറ്ററോളം ദൂരം ചുറ്റിക്കറങ്ങി വേണം ചെറുകുന്ന് തറയിലെത്താൻ. നിലവിലുള്ള റോഡിലെ അപകടകരമായ വളവുകൾ ഒഴിവാക്കി ആവശ്യമായ വീതി കൂട്ടിയാണ് റോഡ് നിർമ്മിക്കുന്നത്. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ഹസൻകുഞ്ഞ് മുഖ്യാതിഥിയാകും. വാർത്താസമ്മേളനത്തിൽ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. രാമകൃഷ്ണൻ, ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ഹസൻകുഞ്ഞി, എൻ. ശ്രീധരൻ, കെ. മോഹനൻ, പി.വി. ദാമോദരൻ, ടി.കെ. ദിവാകരൻ എന്നിവർ സംബന്ധിച്ചു. സി ന്യൂസ്, പഴയങ്ങാടി. കണ്ണൂർ ഇരണാവ് മടക്കരയിൽ മതഭൗതിക വിജ്ഞാനത്തിന്റെ സമന്വയ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് അൽമദീന. ലിദ അവത്തുൽ ഇസ്ലാമിയ, നൂറുൽ ഉലമ ദർസ് അവ കോളേജ്, ഹിഫുൽ ഖുറാൻ കോളേജ്, ജിഫ്രിയ ഹയർ സെക്കൻഡറി മദ്രസ, നിർധനർക്കുള്ള റിലീഫ്, അൽമദീന ഗ്രാൻഡ് മസ്ജിദ്, വിധവകൾക്കുള്ള സൗജന്യ റേഷൻ, വാരാന്ത ഖുറാൻ പഠനവേദി എന്നീ വിവിധ സംരംഭങ്ങൾ ഇതിന്റെ പേരിൽ നടന്നുവരുന്നു. എല്ലാ ഇംഗ്ലീഷ് മാസവും 2ാമത്തെ ഞായറാഴ്ച അൽമദീന ചെയർമാൻ സയ്യിദ് സുഹൈൽ അസഖാഫ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ധാരാളം വിശ്വാസികൾ ഒത്തുചേർന്ന സ്വലാത്ത് മജ്ലിസ് വളരെ പ്രശസ്തമാണ്. മനസ്സിന്റെ നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര കേന്ദ്രമായി, സാന്ത്വനത്തിന്റെ തീരമായി ഈ വേദിയെ കണ്ട് ധാരാളം വിശ്വാസികൾ ഇവിടെ വരാറുണ്ട്. ഈ സ്വലാത്തിന്റെ വാർഷികമായി നടന്നുവരുന്ന പരിപാടിയാണ് സ്വീറ്റ് ഓഫ് മദീന ഗ്രാൻഡ് പ്രോഗ്രാം. 10 വർഷമായി ഈ ഗ്രാൻഡ് പ്രോഗ്രാം നടന്നുവരുന്നു. ഡിസംബർ 1-ന് ഉച്ചയ്ക്ക് ശേഷം മടക്കര മഖാം സിയാറത്തോടുകൂടി പരിപാടിക്ക് തുടക്കമാകും. വൈകുന്നേരം 3 മണിക്ക് നിർമ്മാണം പൂർത്തിയാക്കിയ അഹ്ലുസുന്നയുടെ ചിരകാല അഭിലാഷമായ ഇസ്ലാമിക് സ്റ്റഡി സെന്റർ അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമ കാര്യദർശി സുൽത്താനുൽ ഉലമ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നാടിന് സമർപ്പിക്കും. വൈകുന്നേരം 6 മണിക്ക് സ്വീറ്റ് ഓഫ് മദീനയുടെ പ്രൗഢമായ തുടക്കം ശ്രീലങ്കൻ മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യൻ സയ്യിദ് മുഹമ്മദ് അസൻ ജിഫ്രി തങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി പരിപാടിക്ക് തുടക്കമാകും. സയ്യിദ് ഹാമിദ് വൈമത്തങ്ങൾ മാട്ടൂൽ, കണ്ണൂർ ജില്ലാ സംയുക്ത ഖാദി, അതുപോലെ തന്നെ അബ്ദുസമദ് മണിപ്പട്ടു, ഹാഫിദ് സാദിഖ് അലി ഗൂഡല്ലൂർ, അഹമ്മദ് നബീൽ ബാംഗ്ലൂർ തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാരും
മാതൃഹീങ്ങളും പങ്കെടുക്കുന്ന വലിയ ജില്ലാ സംയുക്ത ഖാളി ലിയ ഉൽ മുസ്തഫ സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ പ്രാർത്ഥന നടത്തും. KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവും അധ്യക്ഷത വഹിക്കും. 6 മണിക്ക് നടക്കുന്ന സ്വീറ്റ് ഓഫ് മദീന ഗ്രാൻഡ് പ്രോഗ്രാമിന് ശ്രീലങ്കൻ മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യൻ അസ്ലം ജിഫ്രി തങ്ങൾ പ്രാർത്ഥന നടത്തും. സ്വലാത്ത് സമർപ്പണത്തിന് കൂട്ടപ്രാർത്ഥന അൽ മദീന ചെയർമാൻ സുഹൈൽ തങ്ങൾ അസഖാഫ് നേതൃത്വം നൽകും. അഹമ്മദ് നബീൽ ബാംഗ്ലൂർ നാഥ് ഷെരീഫും SSF സംസ്ഥാന സാഹിത്യോത്സവ പ്രതിഭകൾ നഷീദ മെഹ്ഫിൽ, ഖവാലി, ഗസൽ വിരുന്ന് എന്നിവ അവതരിപ്പിക്കും. 10,000-ങ്ങൾക്കുള്ള ഭക്ഷണ വിതരണവും വേദി സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിക്ക് ശേഷം കണ്ണൂർ പഴയങ്ങാടി മുട്ടം വരെ വാഹന സൌകര്യമുണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ സയ്യിദ് സുഹൈൽ തങ്ങൾ മടക്കര, അബ്ദുള്ളക്കുട്ടി ബാഘവി, NP അബ്ദുൽ ജബ്ബാർ, ഹാരിസ് അബ്ദുൽ ഖാദർ ഹാജി എന്നിവർ പങ്കെടുത്തു. സി ന്യൂസ് കണ്ണൂർ. ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിക്കുന്ന ദ്വിദിന ചിത്ര പ്രദർശനവും ചിത്രകലാ ക്യാമ്പ് ഡിസംബർ 1-2 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രശസ്ത ശില്പി KKR വെങ്ങരയുടെയും ഡോക്ടർ PK ഭാഗ്യലക്ഷ്മിയുടെയും ചിത്രങ്ങൾ നിറച്ചാർത്ത് എന്ന പേരിൽ നടക്കുന്ന ചിത്രപ്രദർശനത്തിൽ ഒരുക്കും. കണ്ണൂർ ജില്ലയിലെ പ്രമുഖ ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന ചിത്രകലാ ക്യാമ്പ്, കുട്ടികൾക്ക് ഏകദിന ചിത്ര പരിശീലന കളരി എന്നിവയും നടക്കും. ക്യാമ്പിൽ രചിച്ച ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സമർപ്പിക്കും. പഴയങ്ങാടി നടന്ന മാധ്യമ സമ്മേളനത്തിൽ PK ജയശ്രീ, U സജിത്ത്, PV രമണി, KKR വെങ്ങര, ഡോക്ടർ PK ഭാഗ്യലക്ഷ്മി, KP മനോജ്, കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സി ന്യൂസ് പഴയങ്ങാടി. മാടായി തിരുവർക്കാട്ടുകാവിൽ 1008 തേങ്ങ ഉപയോഗിച്ചുള്ള മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും ഡിസംബർ 2 ഞായറാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഈശാനൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉത്തര കേരളത്തിലെ ശാക്തേയ കാവുകളിൽ പ്രഥമവും പ്രസിദ്ധവും ക്ഷേത്രങ്ങളുടെ ക്ഷേത്രവുമായി ശ്രീ തിരുവർക്കാട്ടുകാവ് ദേവിയുടെ തിരുസന്നിധിയിൽ 2018 ഡിസംബർ 2 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നാടിനും ജനങ്ങൾക്കും സർവ്വ ഐശ്വര്യത്തിനും സർവ്വദോഷ പരിഹാരത്തിനും മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും നടക്കും. ഇതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രസന്നിധിയിൽ നടന്നുവരികയാണ്. മാടായിക്കാവ് ദേവസ്വം ക്ഷേത്രം നവീകരണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. പൂജാകർമ്മങ്ങൾക്ക് സാക്ഷിയാകാൻ ആയിരങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്ര നവീകരണ സമിതിയുടെയും മാടായിക്കാവ് ദേവസ്വത്തിന്റെയും നേതൃത്വത്തിലാണ് ഈ മഹാഗണപതി ഹോമവും മഹാമൃത്യുഞ്ജയ ഹോമവും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന് ഏകദേശം ഒരു 3000-ഓളം ആളെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളിവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഹോമം കൊണ്ടും അതിനാവശ്യമായ അനുബന്ധ പ്രവർത്തനങ്ങളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. മഹാഗണപതി ഹോമത്തിനും മഹാമൃത്യുഞ്ജയ ഹോമം വഴിപാടായി നാളികേരം, എള്ള്, നെയ്യ്, ചന്ദനത്തിരി എന്നിവ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ T രാജേഷ്, സ്വീകരണ സമിതി പ്രസിഡന്റ് CH ഭാസ്കരൻ നമ്പ്യാർ, മാനേജർ N നാരായണൻ, ക്ഷേത്ര നവീകരണ സമിതി സെക്രട്ടറി KVM ബൈജു, മൂത്ത പിടാരർ കൃഷ്ണപിടാരർ, T നാരായണൻ പിടാരർ, പത്മനാഭൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. സി ന്യൂസ് പഴയങ്ങാടി. കണ്ണൂർ ജില്ലാ വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെയും ഗോഡ്സ് ജിംനേഷ്യത്തിന്റെയും ആഭിമുഖ്യത്തിൽ പോത്തേര രാഘവൻ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ജില്ലാ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 2 പള്ളിക്കുന്ന് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഉദ്ഘാടനം ചെയ്യും. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് OK വിനീഷ് മുഖ്യാതിഥിയായിരിക്കും. പ്രസിഡന്റ് AM ലിഷാന്ത് അധ്യക്ഷത വഹിക്കും. വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ ചെയർമാൻ ബിനോയ് മാട്ടേൽ, ബോഡി ബിൽഡിംഗ് ചെയർമാൻ PK പ്രീത് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് സമാപന ചടങ്ങിൽ ടൗൺ SI ശ്രീജിത്ത് കൊടേരി സമ്മാനം നൽകും. കണ്ണൂർ ജില്ലാ പുരുഷ വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പാണ് ഞായറാഴ്ച ഡിസംബർ 2 കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ നടത്തുന്നത്. നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ ഒരു കാലത്ത് ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് മേഖലയിൽ സംഭാവന ചെയ്ത ഒരു ജില്ലയായിരുന്നു കണ്ണൂർ. എന്നാൽ ഒരു 10 വർഷക്കാലമായി ഈ വെയ്റ്റ് ലിഫ്റ്റിംഗ് രംഗത്ത് കണ്ണൂരിന്റെ പ്രതാപം മുഴുവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ജില്ലയിലെ വിവിധ ജിംനേഷ്യങ്ങളിൽ നിന്നായി സംസ്ഥാന ചാമ്പ്യന്മാരുൾപ്പെടെ 300ഓളം പുരുഷ വനിതാ താരങ്ങൾ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ കാറ്റഗറികളിൽ മത്സരിക്കും. തുടർന്ന് ബെസ്റ്റ് ലിഫ്റ്റർ ഓഫ് കണ്ണൂരിനെ തിരഞ്ഞെടുക്കും. ശരീരഭാരം രാവിലെ 8 മണി മുതൽ 10 മണി വരെ നടക്കും. ഡിസംബർ 8-9 തീയതികളിൽ ഇടുക്കിയിൽ നടക്കുന്ന സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീമിനെ തിരഞ്ഞെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ ചെയർമാൻ ബിനോയ് മാട്ടേൽ, ബോഡി ബിൽഡിംഗ് ചെയർമാൻ PK പ്രീത്, വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് AM ലിഷാന്ത്, ട്രഷറർ AP സൂരജ്,
ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ KV ഷാജു എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. ചിറക് വിടർത്തി പറക്കാനൊരുങ്ങുന്ന കണ്ണൂരിന്റെ സ്വപ്നങ്ങളിൽ ഇനി മുതൽ കിവിസോ റെയിൻബോയും. മലബാറിന്റെ കല്യാണ വിശേഷങ്ങളിൽ പുതിയ ഇശലുകൾ ചാർത്തി നിലവിലുള്ള കാറ്ററിംഗ് ഇവന്റ് മാനേജ്മെന്റ് സമ്പ്രദായത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് കിവിസോ റെയിൻബോ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് എന്ന പേരിൽ മലബാറിലാകെ ഡിസംബറിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UAEയിൽ 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള റെയിൻബോ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പുമായി ചേർന്ന് കിവിസോ എന്ന പേരിലുള്ള ഓൺലൈൻ ഫുഡ് ടെക്നോളജി കമ്പനിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. മലബാറിലെ മംഗല്യ പന്തലുകളിൽ ഇനി മുതൽ അറബിക്, ഇറ്റാലിയൻ തുടങ്ങിയ ലോകോത്തര വിഭവങ്ങളുടെ 200-ലധികം വ്യത്യസ്ത ഫുഡുകൾ സ്ഥാനം പിടിക്കും. ഡിസംബർ 1 ശനിയാഴ്ച തളിപ്പറമ്പ് ബാബിൽ ഗ്രീൻ കൺവെൻഷൻ സെന്ററിൽ കിവിസോ റെയിൻബോ ബാങ്ക്വറ്റ് 18 എന്ന പേരിൽ രാജകീയ വിരുന്ന് ഒരുക്കും. സിനിമാ താരം അന്ന രാജനും സിനി എബ്രഹാമും പങ്കെടുക്കുന്ന ചടങ്ങിൽ സിനിമാ പിന്നണി ഗായികയും വയലിനിസ്റ്റുമായ രൂപാരേവതി നയിക്കുന്ന സംഗീത സന്ധ്യയും ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 1 മുതൽ കിവിസോ ഫുഡ് ടെക്നോളജി മൊബൈൽ ആപ്ലിക്കേഷനുമായി ജനങ്ങളിലെത്തും. വീട്ടിൽ നിന്നുണ്ടാക്കുന്ന വിഭവങ്ങൾ നമ്മളെ ഈ ആപ്ലിക്കേഷൻ വഴി ജനങ്ങളിലേക്ക് എത്തും. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഷെഫുമാരെ ട്രെയിൻ ചെയ്തെടുത്ത് അവർക്ക് ഷെഫ് കാറ്റഗറിയിലുള്ള ട്രെയിനിങ് കൊടുത്ത് FSSAI ലൈസൻസ് കൊടുത്ത് അത് ഷെഫ് ലെവലിൽ തന്നെ അവരെ വാർത്തെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ ഭാഗമാക്കുന്നത്. ആ ലെവലിൽ നമ്മളിപ്പോൾ ഒരു 2-3 മാസത്തെ പ്രവർത്തനം കൊണ്ട് കണ്ണൂരിൽ നമുക്കൊരു 150-ലധികം ഹോം ഷെഫുകളുണ്ട്. വാർത്താസമ്മേളനത്തിൽ നിസാമുദ്ദീൻ, സജ്മ, വിനീത്, സഞ്ജീവ് കമ്മത്ത്, ഫർഹാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് മുൻതൂക്കം. ജില്ലയിൽ 4 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ വീതം നേടി LDFും UDFും സീറ്റ് നിലനിർത്തി. ശബരിമല സംഘർഷഭൂമിയാക്കാൻ ആഗ്രഹമില്ലെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. ശബരിമല സമരത്തിൽ NDAക്കുള്ളിൽ ആശയക്കുഴപ്പമില്ലെന്നും BJP സമരസ്ഥലം മാറ്റിയതിനു പിന്നിൽ RSS ആണെന്ന അഭിപ്രായം BDJSന് ഇല്ലെന്നും തുഷാർ വെള്ളാപ്പള്ളി. സാഹിത്യവും കലയും കുരുന്നുകൈകളിൽ ഭദ്രമാണെന്ന ഓർമ്മപ്പെടുത്തലുമായി കലാമാമംഗത്തിന് കൊടിയിറക്കം. പൈതൃക നഗരിയായ തലശ്ശേരിയിൽ 3 ദിവസമായി നടന്നുവന്ന കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവം അവിസ്മരണീയമായി. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.